ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്നിതാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മത്തനായിട്ട് ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ ഈ പായസം ഞാനെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണണം. എന്നാൽ വരി, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ മത്തൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാ കഷ്ണങ്ങളാക്കിയ മത്തന് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2-3 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഇട്ട. ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. പായസത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇത് ഒരു തേങ്ങൻ്റെ പാലാണ് ഇട്ട. ഇതിൻ്റെ 1-ാം പാല് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് നമ്മൾക്ക് പായസത്തിന് ആവശ്യമായ ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിൽ വരുന്നത് വരെയാണ് മത്തന് വേവിച്ചെടുത്തിട്ടുള്ളത്. 4 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പായസത്തിനുള്ള ബാക്കി പരിപാടി നോക്കുകയാണ്. അങ്ങനെ കുക്കറിലുള്ള എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ആക്കണത്. അപ്പോൾ ഇതാ നമ്മളെ മത്തനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഉടച്ചെടുത്ത മത്തനെ വീണ്ടും സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ചിട്ട് ഈ മത്തനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചരി അരച്ചെടുത്തതാണ് ഇട്ടാ. ഇത് 1 പിടി പച്ചരി നല്ലോണം കഴുകി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് അത്യാവശ്യം വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോകും. അങ്ങനെ കുറച്ച് നേരിട്ട് ഇളക്കിയെടുത്തപ്പോൾ ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി. ഈ ടൈമിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1-ാം പാലാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അങ്ങനെ ഇതാ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ ഇതാ വറവിട്ടെടുക്കാനും വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാനിക്ക് കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഒന്നും കൂടെ നല്ലത്. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കൈപ്പിടി നിറയെ കാഷ്യൂ ആണ്. അപ്പോൾ കാഷ്യൂ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാഷ്യൂ ഇതാ ഇതേപോലെ ഇങ്ങനെ കളറ് മാറി വരുന്ന ടൈമിൽ 1 കൈപ്പിടി ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നേരെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മത്തൻ കൊണ്ട് ഉണ്ടാക്കിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറയാൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. ഞാൻ ആദ്യമായിട്ടാണ് ഈ മത്തൻ പായസം കുടിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഈ ചക്ക പായസത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറായിരുന്നു. അപ്പോൾ പറയാനുള്ളത് മത്തനൊക്കെ ഇനി കൊണ്ടുവരുന്ന ടൈമിൽ ഒരു തവണയെങ്കിലും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ടിട്ടാ. അതേപോലെ തന്നെ ഇന്നത്തെ മത്തൻ പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കാളി. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.